അട്ടപ്പാടിയിലെ ആദിവാസി യുവാവ് മധുവിൻ്റെ കൊലപാതക കേസിൽ വിചാരണ കോടതി വിധി ശരിവെച്ചുകൊണ്ട് പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ് ഇന്നലെ പുറത്തു വന്നു. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ അറിഞ്ഞതിന് ശേഷമാകാം വീഡിയോ എന്ന് കരുതിയിരിക്കുകയാണ്. വിധിപ്പാർപ്പ് വായിച്ചു, വളരെ സന്തോഷം തോന്നി. പ്രതികളെ ശിക്ഷിച്ചു എന്നുള്ള മാത്രമല്ല, ഈ നിയമവ്യവസ്ഥകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വളരെ നിഷ്കൃഷ്ടമായിട്ട് പരിശോധിക്കുകയും പ്രതികൾക്കെതിരെയുള്ള തെളിവുകൾ ഇഴതിരിച്ച് പരിശോധിക്കുകയും ചെയ്തതിന് ശേഷം ഇവർ ചെയ്ത കുറ്റകൃത്യം നരഹത്യയുടെ നിർവഹണത്തിൽപ്പെടും. അതേസമയത്ത് തന്നെ ഇരയാക്കപ്പെട്ടയാൾ പട്ടികവർഗത്തിൽപ്പെട്ട ആളായതുകൊണ്ട് പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരെ അതിക്രമങ്ങൾ തടയാനുള്ള നിയമത്തിൻ്റെ വ്യവസ്ഥകൾ കൂടി ഇതിൽ ബാധകമാക്കണം. അതുകൊണ്ട് ഇവർ കഠിനമായ ശിക്ഷയ്ക്ക് അർഹരാണ് എന്ന് കണ്ടെത്തുകയും പ്രതികൾ ആയ 12 പേർക്ക് 3 വീതം ജീവപര്യന്തം തടവ് ശിക്ഷകൾ വിധിക്കുകയും ചെയ്തു. 3 ജീവപര്യന്തം ഒരുമിച്ച് വിധിച്ചെങ്കിലും ശിക്ഷ എല്ലാം കൂടി ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. അതുകൊണ്ട് പ്രതികൾക്ക് 3 ജീവപര്യന്തത്തിന് തുല്യമായ കാലയളവ് കിടക്കേണ്ടതില്ല. 1 ജീവപര്യന്തം പൂർണ്ണമായിട്ടും അനുഭവിക്കേണ്ടതായിട്ട് വരും. മറ്റ് പല കൗണ്ടുകളിലും വേറെ ശിക്ഷ വിധിച്ചിട്ടുണ്ട്. കൂടാതെ വലിയൊരു സംഖ്യ പിഴയായിട്ടും വിധിച്ചിട്ടുണ്ട്. ഈ പിഴ ഈടാകാത്ത പക്ഷം വേറെയും തടവ് ശിക്ഷ പറഞ്ഞിട്ടുണ്ട്. ഈ പിഴ തുക ഈടാകുന്ന പക്ഷം അതിൽ ഒരു ഭാഗം കൊല ചെയ്യപ്പെട്ട മധുവിൻ്റെ അമ്മയ്ക്ക് കൊടുക്കണം എന്നും വ്യവസ്ഥയുണ്ട്. പ്രതികളിൽ എത്ര പേർ പിഴ അടയ്ക്കും, എത്ര പേർ അധിക ശിക്ഷ അനുഭവിക്കും എന്ന് പറയാൻ ഞാൻ ആളല്ല. മിക്കവാറും പിഴ തുക അടയ്ക്കാതിരിക്കാനാണ് സാധ്യത. കാരണം ഏതായാലും ജീവപര്യന്തം കിടക്കണമല്ലോ. പിന്നെ അതിൻ്റെ കൂടെയുള്ള ചെറിയ ശിക്ഷ അതത്ര വലിയ കാര്യമായിട്ട് കണക്കാക്കേണ്ടതില്ല എന്ന് വിചാരിക്കാനാണ് സാധ്യത. എന്തുവാട്ടെ, ഏതായാലും കോടതിയെ കൊണ്ട് ചെയ്യാവുന്ന അവർ ചെയ്തു. ഈ കേസിൻ്റെ നാൾവഴി പരിശോധിക്കുമ്പോൾ ഈ 12 പ്രതികൾക്കാണെങ്കിൽ പോലും ഇത്രയും കഠിനമായി ശിക്ഷ കിട്ടിയത് വലിയ അത്ഭുതമെന്നേ പറയുള്ളൂ. കാര്യം ഈ മധു കൊല ചെയ്യപ്പെട്ടപ്പോൾ മനോരോഗി ആശുപത്രിയിൽ മരിച്ചു എന്ന രീതിയിലാണ് പത്രങ്ങൾ ആദ്യം വാർത്ത കൊടുത്തത്. ഇപ്പം മധുവിന് വേണ്ടി മുതലക്കണ്ണീർ ഒഴുക്കുന്ന പത്രങ്ങളൊന്നും അന്നുണ്ടായിരുന്നില്ല. പിന്നെയാണ് ഇതിൻ്റെ പുറകിൽ ആൾക്കൂട്ട വിചാരണ ഉണ്ടായിരുന്നതെന്നും കേവലം ഒരു പിടി അരി മോഷ്ടിച്ചതിനാണ് ഈ ചെറുപ്പക്കാരനെ അയാൾ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളും കൂടിയായിരുന്നു. ഈ ആൾക്കൂട്ടം കൈ കെട്ടി അയാളെ ദീർഘദൂരം നടത്തി പോകുന്ന വഴി മുഴുവൻ അടിച്ച് അതിൻ്റെ വിചാരണയുടെ ദൃശ്യങ്ങൾ ഫേസ്ബുക്കിലിട്ടതിന് ശേഷം അത് വിവാദമായി വരികയും ഈ കൈ കെട്ടി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മധുവിൻ്റെ രൂപം മാധ്യമങ്ങളിലൊക്കെ വളരെ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചയെ വരികയും ചെയ്തതിന് ശേഷമാണ് പോലീസ് യാമാനന്മാർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കണ്ണൊക്കെ തിരുമ്മി പതുക്കെ വന്ന് അന്വേഷണം തുടങ്ങി. അപ്പോഴും പ്രതികൾ ചിലർ CPM കാരായിരുന്നു, ബാക്കിയുള്ളവർ ലീഗുകാരായിരുന്നു. അതുകൊണ്ട് പൊതുസമൂഹത്തിൻ്റെ ഭാഗത്ത് വലിയ പിന്തുണയൊന്നും കിട്ടിയില്ല. പോലീസുകാരുടെ ഭാഗത്ത് പ്രത്യേകിച്ചും കിട്ടിയില്ല. ഞാൻ ഈ സംഭവം കഴിഞ്ഞ അധിക ദിവസത്തിന് ഉള്ളിൽ മണ്ണാർക്കാട്ട് പോയി അട്ടപ്പാടി ഈ മധുവിൻ്റെ വീട് വരെ പോയ ആളാണ്. സത്യത്തിൽ മധുവിനേക്കാൾ കഷ്ടമാണ് അവിടെയുള്ള മറ്റ് ആദിവാസികളുടെ മധുവിനെ മരിച്ചു പോയല്ലോ. അങ്ങനൊരു സമാധാനമെങ്കിലുണ്ട്. അവിടെ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ സ്ഥിതി കണ്ടാൽ നമുക്ക് സങ്കടം തോന്നും. അതിൽ കുറച്ച് ഭേദപ്പെട്ട വീടാണ് മധുവിൻ്റേത്. അപ്പുറവും ഇപ്പുറമൊക്കെയുള്ള ആളുകളുടെ സ്ഥിതി പരമദയനീയമാണ്. അവിടെ ഈ ജനിതക തകരാറ് മൂലമായിരിക്കണം മാനസിക വെല്ലുവിളി നേരിടുന്ന എത്ര കുട്ടികളുണ്ടെന്നറിയാമോ. ആദിവാസികൾക്ക് വേണ്ടി സർക്കാർ ലക്ഷക്കണക്കിന് റുപ്യ ചെലവഴിച്ച് പണിയിച്ച മണിമന്ദിരങ്ങളുണ്ട്. അത് കാണേണ്ട കാഴ്ചയാണ്. അതിലാരും താമസിക്കുന്നില്ല. ആ വീടുകൾക്ക് വച്ചേക്കണ കഥക് അതിൻ്റെ കട്ടളയ്ക്ക് ഏതാണ്ട് 4 അടി പൊക്കമുള്ളൂ. അതിൽ കയറണമെങ്കിൽ നമ്മൾ തല കുളിച്ച് കയറണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എന്തൊക്കെ കൊള്ളകളാണ്, എന്തൊക്കെ കെടുകാര്യസ്ഥതയാണ്, എന്തൊക്കെ അതിക്രമങ്ങളാണ് ഈ അട്ടപ്പാടിയിലും മറ്റും നടക്കുന്നതെന്നറിയാൻ അന്ന് സാധിച്ചു. അവിടെ നമ്മൾ കണ്ട് സംസാരിച്ച ആളുകളെല്ലാവരും തന്നെ പ്രതികളോട് അനുഭവമുള്ളവരും ഈ മധു നിശ്ചയമായിട്ടും അടി കൊള്ളേണ്ട ആളാണ് എന്ന അഭിപ്രായമുള്ളവർ. അങ്ങനെ വലിയൊരു അനുഭവമായിരുന്നു ആ യാത്ര എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഏതായാലും ഇതിലെ 24 സാക്ഷികൾ കൂറുമാറി എന്നാണ് പറയുന്നത്. കാരണം പ്രതികളുടെ ഭാഗത്ത് വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു, പ്രലോഭനം ഉണ്ടായിരുന്നു, ഭീഷണി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദൃക്സാക്ഷികൾ ഉൾപ്പെടെ കൂറുമാറി. അവസാനം ജഡ്ജി കർക്കശമായ നിലപാട് സ്വീകരിക്കുകയും പ്രതികളെ വീണ്ടും റിമാൻഡ് ചെയ്യുകയും ചെയ്തതിന് ശേഷമാണ് 2-3 പേർ ധൈര്യപ്പെട്ട് പ്രതികൾക്കെതിരെ മൊഴി കൊടുത്തത്. അവരുടെ മൊഴി വെച്ചിട്ടാണ് ഇപ്പോൾ ശിക്ഷിച്ചത്. പിന്നെ ഡിജിറ്റൽ എവിഡൻസും ഉണ്ടായിരുന്നു, മെഡിക്കൽ എവിഡൻസും ഉണ്ട്. ഇതെല്ലാം കൂടി വെച്ച് വിചാരണ കോടതിയിലെ ജഡ്ജി ചെയ്യാവുന്നത് ചെയ്തു. അദ്ദേഹം ഇവരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. 7 വർഷം വീതം 13 പേർക്കും 3 മാസം ഒരാൾക്ക് വിധിച്ചു.
അതിൽ ഒന്നാം പ്രതിയെ വെറുതെ വിട്ടു. ഒന്നാം പ്രതിക്കെതിരെയുള്ള തെളിവുകൾ ശങ്കാമംഗലമാണ് എന്ന് അന്നേരം ഒരു ആരോപണം ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇവിടെ അപ്പീൽ വന്നപ്പോൾ ഒന്നാം പ്രതിക്ക് ഹൈക്കോടതി അപ്പോൾ തന്നെ ജാമ്യം അനുവദിച്ചു. ബാക്കി ആർക്കും ജാമ്യം കൊടുത്തില്ല. സാധാരണയിൽ 7 കൊല്ലം ശിക്ഷിച്ച കേസിൽ കോടതി അപ്പീൽ തീരുമാനിക്കുന്നവരെയും ജാമ്യം കൊടുക്കാറുണ്ട്. ഈ കേസിൽ അതുണ്ടായില്ല. അപ്പോൾ ആദ്യഘട്ടം മുതൽ ഹൈക്കോടതി ഇത് വളരെ ഗൗരവത്തോടെയാണ് എടുത്തത്. അതുകൊണ്ടാണ് ഈ 12 പ്രതികൾ അപ്പീൽ കേൾക്കുന്ന സമയത്ത് ജയിലിൽ കിടക്കേണ്ടത്. അപ്പീൽ കേട്ടപ്പോഴും അവർക്കൊരു വിശേഷം ഉണ്ടായില്ല. 12 പേർക്കും 7 വർഷം എന്നുള്ളത് 3 ജീവപര്യന്തമായിട്ട് വർദ്ധിപ്പിച്ചു. തീർച്ചയായിട്ടും ഈ കേസിൽ ഏറ്റവും അധികം അഭിനന്ദനം അർഹിക്കുന്നത് ഈ കേസ് വളരെ അവധാനതാപൂർവ്വം കേൾക്കുകയും വളരെ കർശനമായിട്ട് വിധി കൽപ്പിക്കുകയും ചെയ്ത, ഓരോ പ്രതിക്കും അവൻ അർഹിക്കുന്ന ശിക്ഷ കൊടുത്ത ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ്. ജസ്റ്റിസ് രാജ വിജയരാഘവൻ, ജസ്റ്റിസ് ജയകുമാർ ഉൾപ്പെട്ട ബെഞ്ച്. സാധാരണഗതിയിൽ ഹൈക്കോടതിയിൽ നിന്ന് ഇത്രയും കർക്കശമായ വിധികൾ ഉണ്ടാകാറില്ല. ഇവിടെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന പട്ടികവർഗത്തിൽപ്പെട്ട ആദിവാസി വിഭാഗത്തിൽപ്പെട്ടൊരു ചെറുപ്പക്കാരനാണ് കൊല ചെയ്യപ്പെട്ടത്. അപ്പോൾ ഒരു ആദിവാസിയുടെ ജീവനും ഇവിടെ വിലയുണ്ട് എന്ന് ആളുകളെ ഓർമ്മിപ്പിക്കാനായിട്ട് ഈ വിധി പര്യാപ്തമായി. ഞാൻ അതുകൊണ്ടാണ് ഇതിൽ സന്തോഷിക്കുന്നത്. ഇവിടെ ആദിവാസി വനിതയെ ഇന്ത്യൻ രാഷ്ട്രപതിയാക്കിയെന്നൊക്കെ പറഞ്ഞ് നമ്മൾ മേല് കാണിക്കുന്നത് സാധാരണക്കാരായ ആദിവാസികളുടെ ജീവിതം എന്തുമാത്രം വേദനാനിർഭരമാണ്, എത്രമാത്രം യാതനാനിർഭരമാണ് എന്നാരും ഓർമ്മിക്കാറില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഈ സാമൂഹ്യ നീതിയും അതുപോലെ നീതിന്യായ വ്യവസ്ഥയെ ഉയർത്തിപ്പിടിച്ച ജഡ്ജിമാരെ ആദ്യമായിട്ട് അഭിനന്ദിക്കുന്നു. പിന്നെ ഈ കേസ് വളരെ ആത്മാർത്ഥമായിട്ട് വിചാരണ കോടതിയിൽ നടത്തിയ ഒരു അഭിഭാഷകനുണ്ട്. അദ്ദേഹത്തിനോട് സുജിത് മേനോൻ എന്നാണ്. പോലീസിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ മറ്റ് പല ഭാഗത്തുനിന്നും ഈ പ്രതികളുടെ ഭാഗത്തുനിന്നൊക്കെ വലിയ സമ്മർദ്ദങ്ങളുണ്ടായിട്ട് അതിനെല്ലാം അതിജീവിച്ച് കേസ് നടത്തി. ഹൈക്കോടതിയിൽ ഈ കേസ് സമർത്ഥമായിട്ട് വാദിച്ച PV ജീവേഷ് എന്ന അഭിഭാഷകനുണ്ട്, സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ. പിന്നെ ഇവർക്ക് വേണ്ടി നിർഭയമായിട്ട് പോരാടിയ കൊടുങ്ങല്ലൂരെ നമ്മുടെ CK രാധാകൃഷ്ണനാണ് നേരത്തെ ആമക്കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൊക്കിക്കൊണ്ടുവന്നത്. ഒരു ദളിത് ആക്ടിവിസ്റ്റാണ്. ഈ മധുവിൻ്റെ കാര്യത്തിൽ നമ്മുടെ സാമ്പ്രദായിക ആക്ടിവിസ്റ്റുകളെല്ലാവരും ദീർഘനിദ്രയിലായിരുന്നു. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പ്രതികളുടെ പേരൂര് വായിച്ച മനസ്സിലാവും. ഇവരുടെയൊക്കെ പ്രതികരണത്തിൻ്റെ സ്വിച്ച് എവിടെ ഇരിക്കുന്നത് മനസ്സിലാക്കണമെങ്കിൽ മധുവിൻ്റെ കാര്യത്തിൽ നമ്മുടെ മാന്യമഹാജനങ്ങൾ അംബേദ്കറൈറ്റുകൾ പുലർത്തിയ കാതടപ്പിക്കുന്ന നിശബ്ദത മാത്രം മതി. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നതിൽ ഇവരെല്ലാവരും ഇതിൻ്റെ വയറ്റിപ്പഴുപ്പ് പ്രസ്ഥാനക്കാരും അവരവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം അംബേദ്കറുടെ പേര് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നവരുമാണ്. പിന്നെ ഈ കൊലപാതകം നടന്ന ത്രേതായുഗത്തിലല്ലല്ലോ, പ്രതിസ്ഥാനത്ത് ശ്രീരാമനുമല്ല. അതുകൊണ്ട് ഇവർക്കൊന്നും വലിയ വികാരമോ വേലിയേറ്റമോ ഒന്നും ഉണ്ടാകുകയുമില്ല. അത് പോട്ടെ എന്ന് വിചാരിച്ചാൽ മതി. ഏതായാലും നീതിക്ക് വേണ്ടി പതറാതെ പോരാടിയ ഈ നേരത്തെ പേര് പറഞ്ഞ അഭിഭാഷകരെയും അതുപോലെ നീതി നടപ്പാക്കുമ്പോൾ കൈ വിറക്കാതിരുന്ന ന്യായാധിപന്മാരെയും അഭിനന്ദിക്കുന്നു. ഇതുപോലുള്ള ആളുകളാണ് നമ്മുടെ നാടിന് ആവശ്യം എന്ന് മാത്രം ഊന്നി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.